ഹലോ, ഓൺ ദ കോവിഡ് ജിജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു നെയ്ബർഹുഡ് കഫേയാണ്. റുവാണ്ടസ് ഫേമസ് ഫുഡ്സ് കോഫി. അപ്പം അടുത്തൊരു കഫേ ഉണ്ട്, അവിടെ ഒന്ന് ഒരു കോഫിയൊക്കെ, രാവിലെയാണ് സമയം, അപ്പോൾ ഒരു കോഫിയൊക്കെ ഒന്ന് കുടിച്ച് അതിൻ്റെ വൈബൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂളാണ്, ഗ്രീൻ ഹിൽസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. IB പ്രോഗ്രാമാണ്. ഒരു ഹില്ലിൻ്റെ ടോപ്പിലാണ് കേട്ടോ ആ സ്കൂള് ലൊക്കേറ്റഡ്. താഴെ കുറച്ച് കുട്ടികൾ സോക്കർ കളിക്കുന്നുണ്ട്. അത് ഹില്ലിൻ്റെ ടോപ്പ് എന്നുള്ള വ്യൂ, എന്ത് ഭംഗിയല്ലേ വ്യൂ കാണാൻ. ഫുൾ ഹിൽസ് ആൻഡ് വാലീസ് ആണ്. അപ്പം നടന്നു പോവുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ഈ കയറ്റം കയറണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കയറുകയാണ് കേട്ടോ. രാജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ കയറാന്ന് വെക്കുകയാണ്. മാവും മാങ്ങയൊക്കെ കണ്ട് ഞാനിങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഗ്രീനറിയാണ്, നല്ല പച്ചപ്പാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ പച്ചപ്പ് കണ്ട് എൻജോയ് ചെയ്ത് ഞാൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റുവാണ്ട ലൊക്കേറ്റഡ് ഇക്വേറ്ററിൻ്റെ തൊട്ട താഴെയാണ് കേട്ടോ റുവാണ്ടയുടെ ലൊക്കേഷൻ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. ഊട്ടി, നൈനിറ്റാൾ, മസൂറി, അതാണ് ക്ലൈമറ്റ്. പക്ഷേ ഇവിടുത്തെ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള കുറേ കൃഷികൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ ബാക്കോട്ട് ഹില്ലിൻ്റെ വ്യൂ ആണേ. നമ്മൾ കയറി വരുമ്പോൾ എന്തൊരു വ്യൂ നല്ല. മാവ് പൂത്തു. ഓ യെസ്, മാവ് പൂത്തു. ചെറിയ കണ്ണിമാങ്ങാസ്. ഇത് കൊള്ളാമല്ലോ, വെരി നൈസ്. എന്താ ഓട്ട മത്സരം. ഫാമാ അത്, യാ ട്രൂ, മാംഗോ ഫാമാ അത് കേട്ടോ. ഫാമാ അത്. എന്താണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്? വലിയ ഹ്യൂജ് ഫാമാ അത്, മാംഗോ. യെസ്, എഗെയിൻ നീറ്റ്നെസ് ഒന്നും പറയാൻ വയ്യ. വെരി നീറ്റ്. നീറ്റസ്റ്റ് ആൻഡ് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ആഫ്രിക്ക ഇസ് കിഗാലി അല്ലേ? വെരി നീറ്റ്. പ്ലാസ്റ്റിക് ബാൻഡാണ് ഇവിടെ, അവരെല്ലോ ചെയ്യില്ല. പിന്നെ ഒരു ദിവസം ഉണ്ടല്ലോ മന്തിൽ ഒരു ദിവസം ക്ലീനിങ് ഡേ, അതെന്താണെന്ന് പറയുമോ? ഓ ഓക്കെ. ഏതോ കൺട്രീൻ്റെ എംബസിയാ തോന്നുന്നു കേട്ടോ. ദിസ് ഈസ് എംബസി. ഓ മൈ ഗോഡ്, കയറ്റം കയറി. ഐ ആം ഡൺ. എന്താ ഇത്രയും ആൾക്കാർ ഇവിടുന്ന് വരുന്നേ? ഭയങ്കര കയറ്റമായിരുന്നു, കുത്തര സ്റ്റീപ്പ്. എനിക്ക് പറ്റില്ല, ഭയങ്കര കയറ്റം. എംബസി. ഈ സ്ഥലത്തൊരു പേരെന്താ? നയരത്തുരാമ. ഇതുണ്ട്, അതൊരു അക്കാഡമിയാണ്. കിൻഡർ ഗാർഡൻ, പ്രൈമറി, ഹൈസ്കൂൾ. ഓക്കെ, അതൊരു അക്കാഡമിയാണ്. ഇത് സ്കൂളാത് കേട്ടോ. അത് വേറെ സ്കൂളാത്. ഇപ്പോഴാണ് ഞാനത് നോർമലായത്. അതിന്റെ ആളുകളാ? ഓക്കെ, ആളുകൾ ജോലി കഴിഞ്ഞ് പോവാ. എന്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ പോകുന്നത്. ഹായ്, ഇത് സുവേജ് ആണ്, ഇവരുടെ സുവേജ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ക്ലോഗ്ഡ് ആവുകയേ ഇല്ല. എത്ര മഴ പെയ്താലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഡ്രൈ ആവും. സുവേജ് ഒക്കെ കണ്ടത് സുവേജ് ആണിത്. അതിന് പ്രത്യേകം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ പ്രത്യേകം സുവേജ് എല്ലായിടത്തും കാണാം. അത് വെരി നീറ്റ്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിലൊന്നും. അവക്കാഡോ ആണ് ഇവരുടെ എല്ലാം ഭക്ഷണം.
ഇവിടെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് വരികയാണ്, അതിനുള്ള ആളുകളാണ് ഇതെല്ലാം. പ്രപ്പോസ്ഡ് ഗ്രീൻ ഹിൽസ് കണ്ടോ, പുതിയൊരു ഡെവലപ്മെൻറ്റ്. വീക്കെൻഡ് ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ എവിടുത്തെ പോലെയും വീക്കെൻഡ് എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുമെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും നല്ല കാഷ്വലായിട്ട് റിലാക്സ് ചെയ്ത് ഒരു ഹോളിഡേ മൂഡ്, ഒരു വെക്കേഷൻ മീൻസ് ഒരു ഹോളിഡേ വെക്കേഷൻ അല്ല, ഒരു ഹോളിഡേ മൂഡിൽ അവരുടെ വീക്കെൻഡ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയായിരുന്നു.
കോഫിക്ക് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഉള്ളിൽ പോയിട്ട് കുറച്ച് ഫിൽം ചെയ്തു. കോഫിയെ പറ്റിയും റുവാണ്ടയെ പറ്റിയൊക്കെ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതും പിന്നെ അവിടെയുള്ള എന്തൊക്കെയാണ് അവരുടെ ഫുഡെന്നൊക്കെ ഞാനൊന്ന് ജനറലി ഒന്ന് ഫിൽം ചെയ്ത് വന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. ഞങ്ങളുടെ കോഫി വന്നു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ കോഫി ഡിക്കോഷൻ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ കോഫി വിത്ത് മിൽക്ക് അല്ല, ബ്ലാക്ക് കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് വെരി ഗുഡ് കേട്ടോ, നല്ല കോഫി ആയിരുന്നു, ഒരു നല്ല സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബനാന ബ്രെഡും കൊസാണോ ആയിരുന്നു. കോഫി വാസ് റിയലി ഗുഡ്. ഞങ്ങൾ എൻജോയ് ചെയ്തു ആ കോഫി കേട്ടോ. ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. റുവാണ്ട ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് കോഫി. അങ്ങനെ കോഫിയെ പറ്റിയൊക്കെ കുറേ സംസാരിച്ചു. ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് പതുക്കെ കോഫിയൊക്കെ കുടിച്ചു. അതിൻ്റെ സ്നാക്സ് ബനാന ബ്രെഡും കൊസാണൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കിഗാലിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യൽ വേണമല്ലോ, അതുകൊണ്ടാണ് കഫേയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇവിടുത്തെ കോഫി എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇനി ഇങ്ങനെ കിഗാലി വ്ളോഗ്സിന് ഇടയ്ക്കൊക്കെ ഇടാം. അപ്പം നമുക്ക് കിഗാലി ഇവിടെ എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫും രീതിയും ഒക്കെ കാണാൻ പറ്റും. അപ്പം വ്ളോഗൊക്കെ എല്ലാവരും കാണുക, കോമൻസ് പറയുക, അഭിപ്രായം പറയണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു.